പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രജിൻ, അങ്ങനെ ഇതിന്റെ മുൻഭാഗം തീരം തൊട്ടു എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് മുഴുവനായി ഇനി കരയിൽ പ്രവേശിക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? ഏത് നിലയിലാണ് നമ്മൾ അവിടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കാലാവസ്ഥയിൽ? ഉമേഷ്, വളരെ ശരിയാണ്. ഈ സാറ്റലൈറ്റിലും അത് തന്നെ കാണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഇത് കരയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഔട്ടർ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു സൈക്ലോണിന്റെ ഏറ്റവും ഔട്ടറിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഏറ്റവും വേഗമുള്ള ഭാഗം എന്ന് പറയുന്നത്. ഈ ചുവന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് സൈക്ലോണിന്റെ ഏറ്റവും ശക്തമായി വേഗത്തിൽ വീശുന്ന ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഭാഗം അത് 7 മണിക്ക് അപ്ഡേറ്റ് ചെയ്തതാണ്. ആ 7 മണിക്ക് അപ്ഡേറ്റ് ചെയ്ത പ്രകാരം തന്നെ ഈ സൈക്ലോണിന്റെ കണ്ണെന്ന് പറയുന്നത് ഇവിടെയാണ്. പക്ഷേ അതിന്റെ ഔട്ടർ ഏരിയ ഒക്കെ ചെന്നൈയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ചെന്നൈയുടെ ഭാഗങ്ങളിൽ, ചെന്നൈയിലൊക്കെ തന്നെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഔദ്യോഗികമായിട്ട് പറയാം, ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നതായിരിക്കും. പക്ഷേ സാറ്റലൈറ്റ് കൃത്യമായിട്ട് പറയുന്നു ഈ ഘട്ടത്തിൽ തന്നെ കൊടുങ്കാറ്റിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സൈക്ലോണിന്റെ ഭാഗമായിട്ടുള്ള കാറ്റ് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ആഞ്ഞു വീശുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തുടരുന്നതും ഇനി മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ നമുക്ക് അറിയേണ്ട കാര്യം, ഇപ്പോൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു ഏറ്റവും അകത്ത് 7 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ വേഗം. പക്ഷേ ഔട്ടർ ഏരിയയിലേക്ക് വരുന്നതോടും അതിന്റെ വേഗം കൂടി വരുന്നത് കാണാം. ചെന്നൈയിലേക്ക് അടുക്കുമ്പോൾ അത് 50 കിലോമീറ്റർ അല്ലെങ്കിൽ 45-50 കിലോമീറ്ററിൽ ഒക്കെ വേഗത്തിൽ വീശുന്നതായിട്ടാണ് സാറ്റലൈറ്റ് കാണിക്കുന്നത്. ഇനി നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചത്, ഇനി ഇത് കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വേഗം കൂടുമോ എന്നുള്ളതാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അതായത് കരയിലേക്ക് വീശിക്കഴിഞ്ഞാൽ ഇതിന് സ്വാഭാവികമായിട്ടും വേഗം കുറഞ്ഞ് അത് ദുർബലമായി പോവുകയാണ് ചെയ്യുക. പക്ഷേ ആ ലാൻഡ്ഫോൾ, അത് ആ സ്പോട്ടിൽ സംഭവിക്കുന്ന ആഘാതം അത് എത്രമാത്രം ഗുരുതരമാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും തീരത്ത് എന്നതാണ് നമ്മുടെ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അതിന്റെ ഭാഗമായിട്ട് വലിയ ജാഗ്രത നിർദ്ദേശം അവിടെ നൽകിയത്. പരമാവധി ആളുകളെ ഈ തീരമേഖലയിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാപ്പ് ഒന്നുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പം നോക്കുക, ഈ പുതുച്ചേരിക്കും ചെന്നൈക്കും ഇടയിലുള്ള ഭാഗം അതെല്ലാം തന്നെ ഈ ഫിഞ്ചലിൻ്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ ഏതൊക്കെ മേഖലകളിലേക്കാണ്, ഏതൊക്കെ നഗരങ്ങളിലേക്കാണ്, മേഖലകളിലേക്കാണ് നീങ്ങുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ പുതുച്ചേരിക്കും ചെന്നൈക്കും ഇടയിലുള്ള കറക്റ്റാണ്. ഇപ്പോൾ ഈ സൈക്ലോണിൻ്റെ ഐ എന്ന് പറയുന്നത് ചെന്നൈക്കും പുതുച്ചേരിക്കും കറക്റ്റ് മധ്യഭാഗത്തായിട്ടാണ്. അതിൻ്റെ ഔട്ടർ സർക്കിൾ എല്ലാം തന്നെ കടന്നു പോകുന്നത് ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലുള്ള നഗരങ്ങളിലൂടെ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ 50 കിലോമീറ്റർ താഴെ മാത്രമാണ് വേഗം. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒന്നുകൂടെ ശക്തിയായിട്ട് കരയിലേക്ക് അടിച്ചു കയറുമ്പോൾ, സൈക്ലോണിന്റെ കണ്ണ് ഒന്നുകൂടി കരയിലേക്ക് അടുക്കുന്ന സമയത്താണ് ഈ റെഡ് ഏരിയ അത് കരയിലേക്ക് കൂടുതലായിട്ട് ബാധിക്കുക. പക്ഷെ അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കൂ. അപ്പോൾ തന്നെ അതിന്റെ ശക്തി ക്ഷയിച്ചത് പോകണം. ആ മണിക്കൂറുകൾ എത്രയാണ്, ആ മണിക്കൂറിൽ സംഭവിക്കുന്ന ആഘാതങ്ങൾ എത്രമാത്രമാണ്, അതെങ്ങനെ പ്രതിരോധിക്കണം, ഇതൊക്കെയായിരിക്കും വരും മണിക്കൂറുകളിൽ ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുക. നോക്കുക, കാഞ്ചീപുരം, അതോടൊപ്പം തന്നെ പുതുച്ചേരി, അതിനിടയിൽ വന്നിരിക്കുന്ന മറ്റ് ചെറു നഗരങ്ങളുണ്ട്. അതെല്ലാം തന്നെ കൽപ്പാക്കം, ചേയൂര്, മാറക്കാനം, പുതുച്ചേരിക്ക് ഇടയിലുള്ള ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കടലൂർ, ഈ കടലൂരിനും ചെന്നൈക്കും ഇടയിലുള്ള ഭാഗങ്ങളെല്ലാം ചെങ്കൽപ്പേട്ട്, താമ്പരം, ചെന്നൈ, ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഈ കൊടുങ്കാറ്റിൻ്റെ ഔട്ടർ സർക്കിളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ആ മേഖലയിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇതിൻ്റെ വേഗം പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണാം. ഇപ്പോഴുള്ള സൈക്ലോണിൻ്റെ ഐയിൽ 3 കിലോമീറ്റർ മാത്രമാണ്. അതിൻ്റെ ബാഹ്യഭാഗത്തേക്ക് ഔട്ടർ സർക്കിളിലേക്ക് വരുന്തോറും അതിൻ്റെ വേഗം കൂടി വരുന്നത് കാണാം. ഞാൻ ഈ സൂചിക നീക്കുന്നതനുസരിച്ച് അതിൻ്റെ വേഗം കൂടി വരുന്നത് കാണാം. ഔട്ടറിലേക്ക് വരുന്നതോടും 49, 50, 49, 50 അങ്ങനെ പോകുന്നു. ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മേഖലയൊക്കെ ഒരു 40-45 കിലോമീറ്റർ വേഗത്തിലാണ് ഇപ്പോൾ ആ കാറ്റിൻ്റെ വേഗം അനുഭവപ്പെടുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. വരും മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഏതാണ്ട് നാളെ പുലർച്ചെ ഒരു 1 മണിക്കും 6 മണിക്കൊക്കെ ഇടയിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് സാറ്റലൈറ്റിൽ കാണിക്കുന്നത്. അതിൻ്റെ ദിശ മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി തെക്ക് ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നതിന് പകരം തെക്ക് ഭാഗത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ പുതുച്ചേരിയുടെ മറ്റു തീരമേഖലകളിലേക്ക് ഈ കൊടുങ്കാറ്റിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ദിശ മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കേരളത്തെ ആ രീതിയിൽ കൊടുങ്കാറ്റായി ഇത് ബാധിക്കില്ല. പക്ഷെ ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകും. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പശ്ചിമഘട്ട മലനിരകളിൽ ഈ കാറ്റ് തട്ടി അവിടെ മഴയുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഫിഞ്ചൽ എന്ന് പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ സൈക്ലോണിൻ്റെ ഔട്ടർ ഭാഗങ്ങൾ, അതിൻ്റെ കര തൊടുന്ന ഭാഗങ്ങൾ, അത് കര തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടിച്ചു കയറുന്ന ഒരു സമയമാണ്. വരും മണിക്കൂറുകൾ ക്രൂഷ്യലാണെന്ന് പറയാം. മുഹമ്മദ് റയീസ് കൂടി ഇപ്പോൾ ചേർന്നുണ്ട്. പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് റയീസ്, പ്രജിൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുൻഭാഗം കര തൊട്ട് കഴിഞ്ഞു. ഈ ചെന്നൈ നഗരത്തിൽ നിന്ന് എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ റഹീസ്?
ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം പിൻചാലിന്റെ മുൻഭാഗം കരതൊട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഇത് മുഴുവനായി കരയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും സമയമെടുക്കും. കനത്ത ജാഗ്രതയിലാണ് തമിഴ്നാട് ഉള്ളത്. ഒട്ടേറെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. ചെന്നൈ വിമാനത്താവളം അതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നതിൻ്റെ അത് അടച്ചിടുന്ന സമയം എന്ന് പറയുന്നത് നാളെ പുലർച്ചെ വരെ ആക്കിയിട്ടുണ്ട്. 4 മണിയിലേക്ക് നീക്കിയിട്ടുണ്ട്. കൂടുതൽ ട്രെയിനുകൾ വഴിതിരിച്ചുവിടുന്ന അടക്കമുള്ള പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ 2 മരണവാർത്ത കൂടി പുറത്ത് വരുന്നുണ്ട്. അതിൽ ATM-ൽ പണമെടുക്കാനെത്തിയ മറ്റൊരാൾ ഷോക്കേറ്റും മരിച്ചു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ കൂടി അറിവാകുന്നുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. KR ഗോപികൃഷ്ണൻ ഇപ്പോൾ മുഹമ്മദ് റഹീസിലേക്ക് വളരെ വേഗം റഹീസിലേക്ക് ഒന്ന് പോയതിനു ശേഷം റഹീസ് ഇപ്പോൾ എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് നിലവിൽ സ്ഥിതി ചെന്നൈയിൽ? റഹീസ്. ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തെന്നാൽ നിലവിൽ പെഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഔട്ടർ ലൈനുകൾ ഏതാണ്ട് തമിഴ്നാട് തീരം തൊടുന്നുണ്ട്. പ്രജിൻ പറഞ്ഞത് ശരിയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് ഔദ്യോഗികമായി അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഏതാണ്ട് അത് തന്നെയാണ് കൃത്യം. ഒപ്പം തന്നെ ഇതിന് 7 km/h സ്പീഡിലാണ് നിലവിൽ ആ വേഗത്തിലാണ് ഈ കാറ്റുള്ളത്. ഒപ്പം തന്നെ പുതുച്ചേരിയോട് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു 60 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സ്ഥലത്താകില്ല ഒരുപക്ഷെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് കയറി തമിഴ്നാട് തീരത്തിലേക്കാകും ഇപ്പോൾ ചുഴലിക്കാറ്റ് തൊടുക എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നേരത്തെ ഈ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഇടത്ത്, അതായത് കാരയ്ക്കലിനും ഒപ്പം തന്നെ ഈ മഹാബലിപുരത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് ഉണ്ടായാൽ തമിഴ്നാട് തീരത്ത് തൊടുന്നത് എങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിൽ ഇപ്പോൾ ഏതാണ്ട് ഓറഞ്ച് അലേർട്ടായി മാറ്റിയിരിക്കുന്നു. നേരത്തെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിൽ റെഡ് അലേർട്ടാക്കി മാറ്റിയിരിക്കുന്നു. അതായത് നിലവിൽ ഏറ്റവും പുതിയ റെഡ് അലേർട്ട് വന്നത് പ്രകാരം ആണെങ്കിൽ 7 മണിക്ക് വന്ന അലേർട്ട് പ്രകാരം ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, വെല്ലൂർ, റാണിപ്പെട്ട്, തിരുപ്പത്തൂർ, ധർമ്മപുരി, തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ചി, വിഴുപ്പുറം, ഒപ്പം തന്നെ കടലൂർ എന്നീ ജില്ലകളിൽ 10 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഉള്ളത്. നേരത്തെ 13 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എടുത്തു പറയേണ്ടത് ഇതല്ല, നേരത്തെ ചെന്നൈ അടക്കമുള്ള ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കാഞ്ചീപുരം, വില്ലൂർ, റാണിപ്പെട്ട്, കള്ളക്കുറിച്ചി മേഖലകളിലേക്കാണ് റെഡ് അലേർട്ട് ഉണ്ടായിരിക്കുന്നത്. മഴയുടെ പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടാകും. മഴ കൂടുതൽ പെയ്യാനിരുന്ന ജില്ലകളിൽ അത്ര കണ്ട് മഴ ഉണ്ടാകില്ല എന്നുള്ള തരത്തിലേക്ക് വരുന്നു. പക്ഷേ നേരത്തെ ഓറഞ്ച് അലേർട്ട് ആയിരുന്ന ജില്ലകളിൽ റെഡ് അലേർട്ടായി മാറിയിരിക്കുന്നു. 10 ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ചെന്നൈയിലും തിരുവള്ളൂരിലും കൃഷ്ണഗിരിയിലും തിരുച്ചിറപ്പള്ളിയിലും അരിയല്ലൂരിലും പെരമ്പൂരിലും അപ്പോൾ മാറ്റം വരുന്നുണ്ട്. അലേർട്ടുകളിൽ മാറ്റം വരുന്നുണ്ട്. തീവ്ര മഴയ്ക്കുള്ള സാധ്യത, അങ്ങനെ അലേർട്ടുകളിൽ മാറ്റം വരുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്കായി ഇപ്പോൾ നമ്മളൊരു QR കോഡ് കൂടി ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാൻ കഴിയും. അവിടുത്തെ ദൃശ്യങ്ങളടക്കം തത്സമയം എത്തിക്കാൻ കഴിയും 24ലേക്ക്. അപ്പോൾ ചെന്നൈ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ QR കോഡ് നൽകുന്നത്. സ്കാൻ ചെയ്ത് ആ മേഖലയിലെ ദൃശ്യങ്ങളടക്കം വിവരങ്ങളടക്കം കൈമാറാൻ കഴിയും. അത് ശ്രദ്ധിക്കും.